സ്വർഗത്തിൽ ഞാൻ പ്രവേശിച്ചു. റസൂലുള്ള പറയാണ്, ഈ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹു ഹബീബായ റസൂലിനെ സ്വർഗത്തിലൂടെ കൊണ്ടുപോയി. അവിടുന്ന് പറയുന്നു, ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഫഇദാ ഫീഹി റുമൈസ, ഞാനവിടെ റുമൈസയെ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ ചെന്നപ്പോൾ മുത്തുനബി അവിടെ കാണുകയാണ് റുമൈസ ബീവിയെ. ചിന്തിക്കണം, നമ്മുടെ സഹോദരിമാർക്ക് എന്തേ റുമൈസ ബീവിയെ പോലെ ഒരു സ്ത്രീ ആയിക്കൂടാ? നിങ്ങളുടെ ഭാര്യ എന്തുകൊണ്ടാണ് റുമൈസ ബീവിക്ക് സമാനയാവാത്തത്? നമ്മുടെ സഹോദരിമാരും നമ്മുടെ പെൺകുട്ടികളും റുമൈസ ബീവിയെ എല്ലാ രീതിയിലും മാതൃകയാക്കേണ്ടതാണ്. എന്തേ കാര്യം? എങ്കിലേ റുമൈസ ബീവിയെ സ്വർഗത്തിൽ കണ്ടു എന്ന് പറഞ്ഞതുപോലെ ആ റുമൈസ ബീവിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാന്റെ ഹബീബ് സ്വർഗത്തിൽ അവസരം നൽകുകയുള്ളൂ. ഫഇദാ ഫീഹി റുമൈസ, അവിടെ ഞാൻ റുമൈസയെ കണ്ടു. റുമൈസ ബീവി അറിയപ്പെട്ടിരുന്നത് ഉമ്മു സുലൈം എന്നതായിരുന്നു. സ്വർഗത്തിൽ കടക്കാൻ ആവശ്യമായ എന്തൊക്കെ വേണമോ ആ സവിശേഷതകൾ മുഴുവനുമുള്ളയാളായിരുന്നു മഹദിയായ റുമൈസ റളിയല്ലാഹു അൻഹ. സഹോദരിമാര് ചിന്തിക്കണം, സ്വർഗത്തിൽ കടക്കാൻ ആവശ്യമായ എല്ലാം. നബിയോട് വലിയ സ്നേഹമായിരുന്നു. സഹോദരിമാർക്ക് അങ്ങനെ ഉണ്ടോ? അല്ലാഹു ആലം. കാണുന്ന സീരിയലുകൾ എത്രയാ? ചിന്തിക്കണം. പത്രം വന്നാൽ ഈ പ്രിയപ്പെട്ട നാട്ടിലെ സഹോദരിമാരങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. പത്രം വന്നാൽ അതിലുണ്ടാവും ഇന്നത്തെ സിനിമകൾ ഏതൊക്കെ ടിവിയിൽ വരുന്നു, ഏതൊക്കെ ചാനലിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമകളുടെ പരസ്യം ഉണ്ടാവും. അത് വായിച്ച് അതിനനുസൃതമായി ടിവിയുടെ മുമ്പിൽ പോയിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലങ്ങളിലൊക്കെ മക്കളോടുകൂടെ ഭർത്താവിനോടുകൂടെ ഒരു മടിയുമില്ലാതെ സിനിമ കാണുന്നവർ, സീരിയലിന്റെ മുമ്പിലിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2-3 മണിക്കൂർ പടച്ച തമ്പുരാന്റെ യാതൊരു വിചാരവും ചിന്തയുമില്ലാതെ കഴിഞ്ഞുകൂടുന്നവർ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ് എന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിക്കുന്നയാളാണ്. റുമൈസ ബീവിക്ക് വലിയ ഇഷ്ടമാണ്. തന്നെയുമല്ല, റുമൈസ റളിയല്ലാഹു അൻഹ മുഹമ്മദുർ റസൂലുമായി മുലകുടി ബന്ധത്തിലൂടെ ഒരടുപ്പവുമുണ്ട്. മുലകുടി ബന്ധത്തിലൂടെയുള്ള ഒരിളയമയായിരുന്നു മഹദിയായ റുമൈസ റളിയല്ലാഹു അൻഹ. നബി ഇടക്കിടക്ക് അവരുടെ വീട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി പോകും. വിശ്രമിക്കാൻ ചെന്നാൽ ഹബീബായ നബിയെ ഇങ്ങനെ നോക്കി നിൽക്കും. മുത്തറസൂലിന്റെ മുഖത്ത് നോക്കിയ സ്നേഹം ഇങ്ങനെ അയവിറക്കും. അള്ളാന്റെ ഹബീബിന്റെ മുഖം കണ്ട സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ ആസ്വദിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ കാണാം മുഹമ്മദുർ റസൂലിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നു. സുന്ദരമായ വെളുത്തു തുടുത്ത് ചുവപ്പ് നിറം കലർന്ന അള്ളാന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിൽ, മനോഹരമായ നെറ്റിത്തടത്തിൽ മുത്തുമണികൾ പോലെ ആ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ വരുമ്പോ റുമൈസ ബീവി റളിയല്ലാഹു അൻഹ ഒരു പഞ്ഞിക്കെട്ടുമായിട്ട് വന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ ആ നെറ്റിത്തടത്തിലുള്ള വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒപ്പിയെടുക്കുമായിരുന്നു. ഓരോ ദിവസം ഓരോ തുള്ളികൾ കിട്ടും. ആ തുള്ളികൾ ഇങ്ങനെ സൂക്ഷിക്കും. ആ തുള്ളികൾക്ക് എന്തൊരു സുഗന്ധമാണ്! അതാണ് ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹിനെ സ്നേഹിച്ചു റുമൈസ ബീവി. അത് സ്നേഹപ്രകടനല്ലാതെ എന്താ? അള്ളാന്റെ ഹബീബിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ഞെട്ടി ഉണർന്നു. അള്ളാന്റെ ഹബീബ് ഞെട്ടി ഉണർന്നു. ചോദിച്ചു, റുമൈസ, എന്താ നീ ചെയ്യുന്നത്? എന്താണ് നിനക്ക് പറ്റിയത്? നീ എന്താണ് ഈ പഞ്ഞിയുമായി നിൽക്കുന്നത്? എന്താണ് നിന്റെ കയ്യിലുള്ളത്? റുമൈസ ബീവി മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹാദാ അറഖുക, ഇത് അങ്ങയുടെ വിയർപ്പാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് റുമൈസ എന്റെ വിയർപ്പ് നീ എടുത്തത്?
അവിടുന്ന് മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ വിയർപ്പ് നല്ല സുഗന്ധമാണ്. ഹാദാ മിൻ അത്തിയത്തി തീബ്, ഇത് ഏറ്റവും നല്ല സുഗന്ധമാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നർജൂ ബിബറകതിഹി ലിസിബിയാനിനാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വല്ല രോഗവും ഉണ്ടാകുമ്പോ ആ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്ന് അവരെ വാസനിപ്പിക്കാം, അതല്ലെങ്കിൽ ഈ മരുന്നായിട്ടൊരു തുള്ളി അവർ കുറ്റിച്ചു കൊടുക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഇങ്ങനെ സ്നേഹിച്ചയാളായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിയർപ്പ് കണങ്ങളെപ്പോലും ഇഷ്ടപ്പെട്ടയാളായിരുന്നു. പിന്നെ അവിടുത്തെ സുന്നത്ത് പറയണ്ടോ? പിന്നെ അവിടുത്തോടുള്ള ആദരം പറയണ്ടോ? എന്റെ സഹോദരിമാരെ ആലോചിക്കണം. മനസ്സിന്റെ ഉള്ളിൽ പല തമ്പുരാക്കന്മാരെയും പ്രതിഷ്ഠിച്ചവരാ നമ്മള്. നമുക്കെങ്ങനെയാ സ്വർഗത്തിലേക്ക് പോവാൻ കഴിയുമെന്ന് ആലോചിക്ക്. ചിന്തിക്കണം. നമ്മൾ ഏത് സിനിമാ താരത്തെ കുറിച്ച് ചോദിച്ചാലും അവരുടെ ഭാര്യയെ കുറിച്ചും മക്കളെ കുറിച്ചും അവരുടെ കല്യാണത്തെ കുറിച്ചും തകർച്ചയെ കുറിച്ചും എല്ലാം വളരെ വിശദമായി അറിയുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ഈ ജന്മത്തിൽ നമുക്കൊന്നും നേരിൽ കാണാൻ കഴിയാത്ത, മരിച്ചാലൊരു ഉപകാരവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഇവരെയാണോ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്? അതോ നമ്മെ സ്വർഗത്തിലേക്ക് കൈപ്പിടിക്കുന്ന ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണോ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്? ചിന്തിക്കുക. റുമൈസ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ നല്ലോണം സ്നേഹിച്ച് അങ്ങനെ സ്വർഗത്ത് കിടക്കുന്നയാളായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി തന്റെ സന്താനങ്ങളെ സമർപ്പിച്ചയാളായിരുന്നു റുമൈസ ബീവി റളിയല്ലാഹു അൻഹ. സഹോദരിമാരും ആ വിഷയത്തിലെ എത്രത്തോളം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ ബഹുമാനപ്പെട്ട റുമൈസ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ കാണാൻ വരികയാണ്. മദീനയിലേക്ക് അവിടുന്ന് വന്നപ്പോൾ ഓരോരുത്തർ ഓരോ സമ്മാനങ്ങളുമായിട്ടാ വരുന്നത്. ചില ആളുകൾ ഈത്തപ്പഴങ്ങൾ നബി തിരുമേനിക്ക് നൽകുന്നു, മറ്റു ചില ആളുകൾ കാരക്ക നൽകുന്നു, ചില ആളുകൾ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നു. അള്ളാന്റെ ഹബീബിന്റെ അടുക്കലേക്ക് റുമൈസ റളിയല്ലാഹു അൻഹ വരുന്നത് ഒരു പ്രത്യേകമായ സമ്മാനവുമായിട്ടാണ്. യാ റസൂലല്ലാഹ്, എന്റെ ഈ സമ്മാനം അങ്ങ് സ്വീകരിക്കണേ നബിയേ, ഇതല്ലാതെ അങ്ങേക്ക് തരാൻ എന്റെ കയ്യിൽ മറ്റൊരു സമ്മാനവുമില്ല യാ റസൂലല്ലാഹ്. എന്താ സമ്മാനമെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട മകൻ, തന്റെ രക്തത്തിൽ പിറന്ന തന്റെ പൊന്നുമോൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 10 വയസ്സായ മകനെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്, അള്ളാന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ അത് സാധ്യമാകുക? സാധ്യാവൂലേ? ഉറപ്പല്ലേ ആവുന്നുള്ളത്. എങ്ങനെയാണത്? മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുക, മക്കളെ പണ്ഡിതന്മാരാക്കുക. ഇനി പണ്ഡിതന്മാരാക്കിയിട്ടില്ലെങ്കിലും ദീനിന്റെ അടിസ്ഥാനപരമായ അറിവുകളെങ്കിലും നാളെയുടെ തലമുറക്ക് നൽകാൻ എന്റെ ഉമ്മമാരെ നിങ്ങൾ മുൻകൈ എടുക്കുക. വാപ്പാര് മുൻകൈ എടുക്കണ്ടെന്നല്ല, ഉമ്മമാര് മുൻകൈ എടുക്കുക. അതിനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് വലിയ ഒരു വിപ്ലവമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, എത്ര പറഞ്ഞാലും അതിന്റെ മദ്ഹ് തീരൂല. പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ എത്ര മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മദ്രസ 5ാം ക്ലാസ് പാസ്സായവരെയാ ചേർക്കുക. 11.5 വയസ്സിൽ കവിയാത്ത കൊച്ചുകുട്ടികളെയാണ് ദാറുൽ ഹുദയിൽ ചേർക്കുക. 12 കൊല്ലം കഴിയുമ്പോഴേക്ക് അവർ ഹുദവിയായിട്ട് വരും. നിലവിലെ പഠന സമ്പ്രദായ പ്രകാരം SSLC കഴിയും, +2 കഴിയും, ഡിഗ്രി കഴിയും, അവർക്ക് PG 1 വർഷം പൂർത്തിയാവുകയും ചെയ്യും. അതോടൊപ്പം അവർക്ക് മതപരമായിരിക്കുന്ന ജ്ഞാനവും ലഭ്യമാകും. മക്കളെ കൊണ്ടുപോയിട്ട് അങ്ങ് സമർപ്പിക്കുക. ആലോചിക്കേ, വാഫി സ്ഥാപനങ്ങൾ SSLC കഴിഞ്ഞിട്ട് അവർക്ക് 8 വർഷക്കാലത്തെ മനോഹരമായ വിദ്യാഭ്യാസം. കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ നോക്കൂ, എത്ര സ്ഥാപനങ്ങളാണ്.
മാലിക് ദീനാർ, അതുപോലെ നമ്മുടെ തൊട്ടടുക്കലുള്ള ഉദുമ, ചട്ടഞ്ചാല്, ഈ പരിസരങ്ങളിലൊക്കെയുള്ള എത്രയോ സ്ഥാപനങ്ങൾ, ജാമിഅ നൂരിയയുടെ സ്ഥാപനം, അതുപോലെ ദാന്തി ദാറുസ്സലാമിന്റെ സ്ഥാപനങ്ങൾ, പള്ളി ദർസുകൾ, ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ചേർക്കുന്ന അപൂർവം പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടല്ലോ. ആ മനോഹരമായ സ്വഭാവം റുമൈസ ബീവിയുടെ സ്വഭാവമാണ്. വലിയ ആശങ്കയായിരിക്കും. വേറെ ഏത് വിദ്യാഭ്യാസത്തിന് പറഞ്ഞയച്ചാലും ആശങ്ക ഉണ്ടാവില്ല, ഇതിന് പറഞ്ഞയച്ചാൽ ആശങ്കയായിരിക്കും. എന്താവും, എന്താ ഉണ്ടാവുക? പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് തന്റെ പുന്നാര മകനായ അനസിനെ റുമൈസ റളിയല്ലാഹു അൻഹ സമർപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മക്കളെ സമർപ്പിക്കുന്ന ഉമ്മയും ബാപ്പയും ഉണ്ടല്ലോ, റുമൈസ റളിയല്ലാഹു അൻഹയുടെ പിൻഗാമികളാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്, ഇത് അതിനുള്ള അവസരമാണ്. ഈ സന്ദർഭം, ഈ വെക്കേഷന്റെ കാലഘട്ടം അതിനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടം വല്ലാത്ത അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമ്പോ, മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോ, ദീനിന്റെ മാർഗം പുച്ഛത്തോടുകൂടെ സമൂഹം നോക്കിക്കാണുമ്പോ, ചുറ്റുപാടുകൾ തിന്മകളുടെ പ്രലോഭനങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ മാടി വിളിക്കുമ്പോ, അതിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് എത്രയാൾക്ക് കഴിയുമെന്ന് ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ. ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതാണ് റുമൈസ റളിയല്ലാഹു തആല അൻഹയെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അതിന്റെ കാരണമാകുന്നത്, ഒരു പെണ്ണ് സ്വർഗ്ഗത്തിൽ കടക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്, അവിടുന്ന് മാതൃക കാണിച്ചത് ആ സ്ത്രീക്ക് ചില സ്വഭാവവിശേഷതകൾ ഉണ്ടാകുമ്പോഴാണ്. എന്താണത്? അവിടുന്ന് പറയുന്നു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ വഅതാഅത് ബഅലഹാ ദഖലത് ജന്നത റബ്ബിഹാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല.